ബിജെപിയെ പിടിച്ചുലയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം അത് ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. ന്യൂസ് 18 പുറത്തുവിടുന്ന നിർണായകമായ ചില വിവരങ്ങൾ കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വൻ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണങ്ങൾ തള്ളിയും സുതാര്യമായ ഓഡിറ്റിംഗിന് സംഘടനാ ജനറൽ സെക്രട്ടറി അനുമോദിച്ചു എന്നുമുള്ള BJP സംസ്ഥാന അധ്യക്ഷന്റെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയാണ്. ഫണ്ട് ചിലവഴിച്ചതിൽ വൻ അഴിമതി നടന്നു എന്ന് വ്യക്തമാക്കി BJP നേതാവ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി നൽകിയ കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിമാരുടെയും പേരും വാങ്ങിയ കമ്മീഷന്റെ കണക്കും എടുത്തു പറഞ്ഞാണ് ഈ കത്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പരാതിയും ലഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം വേണമെന്നും എല്ലാ തെളിവുകളും നൽകാമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ന്യൂസ് 18 ഫോളോ അപ്പാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട BJP നേതാക്കൾക്ക് പോലും വിശദീകരിക്കാനാവാത്ത വിധം ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വളരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അവരുടെ ഒരു ചെറിയ തട്ടിപ്പല്ല, അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് പിന്നിലുള്ളവർ ചെറിയ ആളുകളല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലത്ത് നേരത്തെയും സമാനമായ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവമായ ആരോപണങ്ങൾ, അതിനൊക്കെ തെളിവുകളും നമ്മൾ പുറത്തുവിടുകയാണ്. തീർച്ചയായിട്ടും ആസൂത്രിതമായ ഒരു ഫണ്ട് തട്ടിപ്പ് BJPയിൽ നടന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഈ വാർത്തകൾ വന്നു തുടങ്ങിയ സമയത്ത് കഴിഞ്ഞ 9-ാം തീയതി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ലെറ്റർ പാഡിൽ 3 പേർക്ക് നടപടി എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് അതിൽ പറയുന്നത്: BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും പ്രചരിക്കുന്ന BJPയുടെ ഓഫീസ് സത്യവിരുദ്ധമാണ്. അത് പിന്നീട് അതിന്റെ യഥാർത്ഥ ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് അദ്ദേഹം പറയുമ്പോൾ ആ വിവരം, ആ ഒരു രേഖ പുറത്തുവിട്ടത്. പക്ഷേ യഥാർത്ഥ പകർപ്പ് പിന്നീട് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഏതായാലും അതിനുശേഷം അദ്ദേഹം പറയുന്നത് തീർത്തും സുതാര്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കേരളത്തിൽ പൂർത്തീകരിച്ചത് എന്നതിന്റെ തെളിവാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദേശീയതലം മുതൽ സംസ്ഥാന, ജില്ലാ, നിയോജക മണ്ഡലം തലത്തിൽ വരെ പാർട്ടി ഓഡിറ്റിംഗ് ഭംഗിയായി പൂർത്തീകരിച്ച പാർട്ടിയാണ് BJP. ഇക്കാര്യത്തിൽ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും അനുമോദിച്ചതുമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശരിയല്ല എന്നും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വാർത്താക്കുറിപ്പിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വസ്തുതകൾ അതിന് ഘടകവിരുദ്ധമാണ്. വസ്തുതകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിലുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ BJPക്ക് ലഭിച്ചിട്ടുണ്ട്, കേന്ദ്ര നേതൃത്വം ലഭിച്ചിട്ടുണ്ട്. അതിന് തെളിവുകളുമുണ്ട്. ആ തെളിവുകളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെയും 2 സെക്രട്ടറിമാരുടെയും ഒക്കെ പേരെടുത്തു പറഞ്ഞാണ് ഈ ഫണ്ട് തട്ടിപ്പിലെ ആരോപണങ്ങൾ ദേശീയ നേതൃത്വത്തിന്, ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് പരാതിയായി ലഭിച്ചത്. അതിൽ വളരെ കൃത്യമായി തന്നെ ഓരോ വിഭാഗത്തിലും എങ്ങനെയൊക്കെയാണ് തട്ടിപ്പ് നടന്നത്, എങ്ങനെയാണ് ക്രമക്കേട് നടന്നതെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു കത്താണ് BJP നേതൃത്വത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് BJP അതിൽ ഓഡിറ്റിംഗ് വിഭാഗം പരിശോധന ആരംഭിക്കുക, ഇപ്പോൾ 3 പേരെ പുറത്താക്കുകയുമൊക്കെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിൽ വളരെ വ്യക്തമായി തന്നെ ഓരോ ആളുകളുടെയും പേര് എടുത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പരാതി നൽകാൻ ഇടയായതെന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ചുമതല വഹിച്ച ഒരു ജില്ലാ നേതാവാണ് ഈ ഒരു പരാതി നൽകിയത്. വളരെ കൃത്യമായി ഈ കൊടി വാങ്ങിയത് വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. കൊടിക്കൊള്ളയിൽ കമ്മീഷൻ 31 ലക്ഷം എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. കമ്മീഷൻ കൈപ്പറ്റിയത് സംസ്ഥാന സെക്രട്ടറി അഞ്ജനയാണ്. കമ്മീഷൻ വാങ്ങിയതിന് ലിക്വിഡ് ക്യാഷായാണ് കമ്മീഷൻ വാങ്ങിയത്. അതിന് താൻ ദൃക്സാക്ഷിയാണെന്നും ഈ പരാതിക്കാരൻ പാർട്ടി, അതായത് ഈ കൊടി നൽകിയ കൊടിയുടെ വൗച്ചർ അല്ലെങ്കിൽ കൊടിയുടെ റെസിപ്റ്റ് നൽകിയ സ്ഥാപനത്തിന്റെ ഉടമയുടെ തന്നെ പരാതി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അരുണ്. ഒപ്പം അന്വേഷിച്ചെത്തിയപ്പോൾ ഈ കൊടി വാങ്ങിയ യഥാർത്ഥത്തിൽ ഒരു BJPക്കാരന്റെ സ്ഥാപനത്തിൽ തന്നെയാണ് എന്നുള്ള വ്യക്തതകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും അതിലും വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. രഞ്ജിത്ത്, BJP കേന്ദ്ര നേതൃത്വമാണ് സംസ്ഥാനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള പാർട്ടി കൊടി നൽകുന്നത്. ഇത്തവണ അത് എത്താൻ വൈകി. അപ്പോഴാണ് ഇവിടെ നിന്ന് തന്നെ കൊടി വാങ്ങാൻ, അതും എത്ര കോടി രൂപയുടെ കൊടിയാണ് കൃത്യമായി കണക്ക് എനിക്ക് ലഭ്യമല്ല, ഏതായാലും 1 കോടിയിൽ പരം രൂപയുടെ കൊടി വാങ്ങാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനമെടുത്തത്. അതിലാണ് തട്ടിപ്പ് ആദ്യം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഈ വൗച്ചർ രേഖകളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. ഈ കൊടി കൊള്ളയിൽ മാത്രം 31 ലക്ഷം രൂപ കമ്മീഷൻ അഞ്ജന കൈപ്പറ്റിയെന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അവരെ എല്ലാ ചുമതലയിൽ നിന്നും ഇപ്പം ഇതിനുശേഷം മാറ്റി നിർത്തിയിരിക്കുകയാണ്. അഞ്ജന കൈപ്പറ്റിയെന്നാണ് ദൃക്സാക്ഷി താനെന്നുമായി പരാതിക്കാരൻ പറയുന്നത്. കേന്ദ്ര പാർട്ടിക്ക് കൊടി നൽകിയിട്ടുണ്ട്. കൊടി
പാർട്ടി ഓഫീസ് കെട്ടിക്കിടക്കുന്നതിന്റെ ഒരു ചിത്രങ്ങളും ഒക്കെ ഇതിനകം തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, സ്ക്രീനിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കൊടി കുറെ വാങ്ങി ആ കൊടിയിലാണ് കമ്മീഷൻ അടിച്ചത്. എന്നാൽ കേന്ദ്ര നേതൃത്വം പിന്നീട് കൊടി നൽകി അതും വിറ്റു എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറഞ്ഞത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമനാണ് ഈ പാർട്ടി നൽകിയത്, കേന്ദ്ര നേതൃത്വം നൽകിയ കൊടി 2 ലക്ഷം രൂപയ്ക്ക് വിറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് സ്വാഭാവികമായും ബിജെപിയുടെ വലിയൊരു വിഭാഗം നേതാക്കൾ, അത് പ്രധാനമന്ത്രിയും അമിത്ഷായും നേതാക്കൾ മാത്രമല്ല, പല ജില്ലകളിലെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ പാർട്ടി ഭാരവാഹികളും ഒക്കെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ 30ഓളം മുറികൾ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഉപയോഗിച്ചത് ഏതാനും മുറികൾ മാത്രമാണ് ഉപയോഗിച്ചത്. ബാക്കി പക്ഷേ എല്ലാ മുറികൾക്കും വേണ്ടി പണം നൽകിയതായി രേഖകൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതായത് മുറി ബുക്ക് ചെയ്തതിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഉപയോഗിക്കാത്ത മുറികൾക്കും ബില്ലിട്ടെന്നാണ് പരാതി. കട്ടൌട്ട്, വലിയ കട്ടൌട്ടുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിനെ ഒരു ഏജൻസിയിൽ നിന്ന് മാത്രം, കൊച്ചി കേന്ദ്രീകരിച്ച ഏജൻസി മാത്രം, അവരുടെ മാത്രം കൊട്ടേഷൻ വാങ്ങി അതിലും കമ്മീഷൻ വാങ്ങിയെടുത്തു. പാങ്ങപ്പാറ രാജീവും വിജയകുമാറുമാണ് ഇതിനുവേണ്ടി കമ്മീഷൻ 5 ലക്ഷം രൂപ കമ്മീഷൻ തട്ടിയെന്ന പരാതിയിൽ പറയുന്നത്. രണ്ടുപേരും ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്, സംഘടനാ ചുമതലയിൽ നിന്ന് പുറത്താണ്. പൂന്തുറ ശ്രീകുമാർ സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനെതിരെയും ആരോപണമുണ്ട്. അദ്ദേഹം കടബാധ്യത തീർത്തു. 2 ലോണുകൾ അദ്ദേഹത്തിന് ട്രാവൻകൂർ സഹകരണ സംഘത്തിലുണ്ടായിരുന്നു. 15 ലക്ഷം രൂപ വീതമുള്ള 2 ലോണുകൾ. അത് തീർത്തത് ഈ കമ്മീഷന് ലഭിച്ച പണമെന്നാണ് ഈ ബിജെപിയുടെ ജില്ലാ നേതാവ് തന്നെ ദേശീയ നേതൃത്വം നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ഇലക്ഷൻ കമ്മിറ്റികൾ സാധാരണ ശക്തമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബിജെപി. പക്ഷേ ഇത്തവണ ഇലക്ഷൻ കമ്മിറ്റികളെ നോക്കുകുത്തിയായിക്കൊണ്ട് ഈ സംസ്ഥാന കാര്യാലയത്തിൽ ഇലക്ഷന് ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി അഞ്ജന എല്ലാം ഏറ്റെടുക്കുകയായിരുന്നു. അവർ എല്ലാത്തിനെയും നിയന്ത്രണം എടുക്കുകയായിരുന്നു. അതിന് എല്ലാത്തിനും കൃത്യമായ നിർദ്ദേശം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് എന്ന് പറഞ്ഞു. സുരേഷിന്റെ പേരും ഈ കത്തിൽ ആരോപിക്കുന്നുണ്ട്. സുരേഷിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും ഈ പരാതിയിൽ ആരോപണമുണ്ട്. ഏതായാലും ഇങ്ങനെ നേതാക്കളുടെ പേര് എടുത്തു പറഞ്ഞാണ് ഇവിടെ ഈ പരാതി, 2 പേജുള്ള പരാതി കഴിഞ്ഞ മെയ് 26-ന് ബിജെപിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് ലഭിച്ചത്. ഇവിടെ പറയുന്നത് ഫോർ ട്രാവലിംഗ് പർപ്പസ് വെഹിക്കിൾസ് വെയർ ബുക്ക്ഡ് ഓൺ എ ഹയർ റേറ്റ്, ലെസർ എമൗണ്ട് ഹാസ് ഗിവൻ ടു ദ ഓണേഴ്സ് ആൻഡ് കമ്മീഷൻ വാസ് ഗ്രാബ്ഡ് ഫ്രം them also. Apart from General Secretary S. Suresh and Anjana, State Vice President K. Soman has sold BJP flags to constituency for an amount of rupees 2 lakh. അങ്ങനെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി സുരേഷിന്റെ പേര് പറയുന്നുണ്ട്. 2 സംസ്ഥാന സെക്രട്ടറിമാരുടെയും മറ്റു ഭാരവാഹികളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് ഇദ്ദേഹം നൽകിയിരിക്കുന്നത്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, I have witnessed all the aforesaid issues and willing to prove this. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചുമതലയോടെ പ്രവർത്തിച്ച ആളാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ദൃക്സാക്ഷിയാണ്. എല്ലാ തെളിവുകൾ നൽകാൻ തയ്യാറാണ്. മാത്രമല്ല ഇത് ബിജെപിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി നൽകുമ്പോൾ ഈ സംസ്ഥാനത്ത് ചുമതലയുണ്ടാകുന്ന ബിജെപിയുടെ ദേശീയ നേതാവ് വിനോദ് ധാവ്ഡേക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാം, ഈ കൊടിയുടെ കാര്യമൊക്കെ അദ്ദേഹത്തിന് അറിയാമെന്ന് കൂടി അദ്ദേഹത്തെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് ഈ കത്ത് ബിജെപിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. ഒരു തട്ടിപ്പും നടന്നിട്ടില്ല. എല്ലാ മാധ്യമ വാർത്തകളാണ്. ബിജെപിയുടെ തിളക്കമാർന്ന വിജയത്തിൽ അസൂയ പൂണ്ട മാധ്യമങ്ങൾ ബിജെപിക്കെതിരെ ഇത്തരം കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുവെന്നാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഇതിനിടയിലും സംസ്ഥാന അധ്യക്ഷന്റെ ഇത്തരം വിശദീകരണങ്ങളുണ്ട്. അതിനിടയിലും പക്ഷേ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്.